സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക സാമൂഹ്യക്ഷേമ പെൻഷന് സമാനമായി ഉടൻ കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നതിനിടയിലും തനത് വരുമാനത്തിലൂടെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. രാജ്യത്തെ PSC നിയമനങ്ങളിൽ 55% നടക്കുന്നത് കേരളത്തിലാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഓണക്കാലമായിട്ട് പോലും അർഹമായ വിഹിതം തരാതെ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇതിനിടയിലും തനത് വരുമാനത്തിലൂടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഓണത്തിനു മുമ്പ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക സർക്കാർ കൊടുത്തു തീർക്കുകയാണ്. സമാനമായ രീതിയിൽ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയും കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എല്ലാ മാസവും ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുകയാണ്. മാസത്തിൽ വിതരണം ചെയ്യുന്നത് മാത്രമല്ല, നേരത്തെ മുടങ്ങിപ്പോയ പെൻഷൻ അതും കൃത്യമായി കൊടുക്കുകയാണ്. ഈ മാസം ഓണത്തിന് 2 ഗഡു ക്ഷേമ പെൻഷനാണ് ലഭ്യമാക്കിയത്. ജീവനക്കാരുടെ ക്ഷാമബത്തയുടെ കാര്യം, ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യം, ഇതിലെല്ലാം സമാനമായ ഇടപെടൽ തന്നെയാണ്. കേന്ദ്ര സർക്കാർ നിയമന നിരോധനം നടപ്പിലാക്കുമ്പോഴും രാജ്യത്തെ ആകെ PSC നിയമനങ്ങളിൽ 55% നടത്തുന്നത് കേരളമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിന് ആകെ മാതൃകയായി നമ്മുടെ PSC മാറിയിരിക്കുന്നുവെന്ന് കാണാൻ കഴിയും. 2016 മെയ് 21 മുതൽ 2024 ആഗസ്റ്റ് 31 വരെയുള്ള കണക്കെടുത്താൽ സംസ്ഥാനത്ത് 2,57,000 നിയമനങ്ങൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന നടത്താൻ കഴിഞ്ഞു. കേരള PSC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.